ഹായ്. ഒരു ക്രിക്കറ്റ് പ്രേമി എന്ന നിലയിൽ ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു ദിവസമാണ് ഫെബ്രുവരി 24, 2010. നീണ്ട 16 വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കലും മനുഷ്യരെ കൊണ്ട് സാധിക്കത്തില്ല എന്ന് വിചാരിച്ച് 200 റൺസ് സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റിൽ അടിച്ചിട്ട് ഇന്ന് 16 വർഷം തികയാണ്. ആദ്യമേ മനുഷ്യരൊക്കെ ഓർത്തുകൊണ്ടിരുന്ന ഒരിക്കലും ഒരു മനുഷ്യനെ ഈ ഒരു 200 റൺസ് എന്ന റെക്കോർഡ് എടുക്കാൻ പറ്റത്തില്ല എന്നാണ്. സയ്യിദ് അൻവർ 194 റൺസിൽ ഔട്ടായപ്പോഴും സനത് ജയസൂര്യ 189 ഔട്ടായപ്പോഴും പിന്നീട് വന്ന വി റിച്ചാർഡ്സ് 189 ബോളില്ലാതെ ഇന്നിങ്സ് അവസാനിപ്പിക്കേണ്ടി വന്നപ്പോഴും ഒക്കെ നമ്മൾ വിചാരിച്ചു ഇനി ഒരിക്കലും മനുഷ്യന് പറ്റത്തില്ല എന്ന്. അങ്ങനെ എനിക്ക് 2006 ഹെർഷൽ ഗിബ്സ് 175 റൺസിൽ ആ വലിയൊരു 435 റൺസ് ചേസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഔട്ടായി പോയപ്പോഴും നമ്മൾ വിചാരിച്ചു ഇനി ഇതൊരിക്കലും മനുഷ്യനെ കൊണ്ട് സാധിക്കത്തില്ല എന്ന്. എന്നാൽ ചരിത്രം ഒരാൾക്ക് വേണ്ടി വെച്ചതുപോലെ നീണ്ട 16 വർഷങ്ങൾക്ക് മുമ്പ് സച്ചിൻ ആ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ, ഞാൻ ഉൾപ്പെടെയുള്ള ക്രിക്കറ്റ് പ്രേമികളൊക്കെ മഹേന്ദ്ര സിംഗ് ധോണിനെ വെറുത്തിട്ടുണ്ടാവും. കാരണം അന്യായ ഫോമിൽ സച്ചിന് സ്ട്രൈക്ക് കിട്ടാത്ത നിലയിലേക്ക് 45ാമത്തെ ഓവറിന് ശേഷം കളി മാറിപ്പോയി. ഇനി ഇത് സച്ചിന് എടുക്കാൻ പറ്റാതെ ആവുമോ, ധോണിനെ 6നെയും 4നെയും എല്ലാവരും വെറുത്തിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു കളിയും മാത്രമായിരിക്കും. എന്നാൽ ആ ഒരു കളി സച്ചിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന പോലെയായിരുന്നു. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ആ ഒരു സമയത്തോടെ രവിശാസ്ത്രിയുടെ കമൻ്റാണ്. ആ കമൻറ്റ് നിങ്ങൾ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു രോമാഞ്ചിഫിക്കേഷൻ ഉണ്ട്. സൂപ്പർമാൻ ഫ്രം ഇന്ത്യ അച്ചീവ് ചെയ്തു എന്ന് പറയുമ്പോൾ ഏതൊരു ക്രിക്കറ്റ് പ്രേമിയിലും ആ ഒരു സന്തോഷം നിറഞ്ഞു പോകുകയാണ്.